താനിങ് വന്നാ മതി, ഞാൻ സാറിനോട് പറഞ്ഞ് റെഡിയാക്കാം. പിന്നെ കാശെടുക്കാൻ മറക്കണ്ട. ഞാൻ പിന്നെ വിളിക്കാം. സാർ, താൻ പോയ കാര്യം എന്താടൂ? സാർ, ഒരു കോൾ ഒത്തിട്ടുണ്ട്. എന്ത് കോള്? ഞാൻ ചുമ്മാ പറയത്തില്ല, നമുക്കൂടെ പ്രയോജനപ്പെടുന്ന വല്ലതും അതിലുണ്ടാവും. ഗുണം ഉണ്ടാവൂടൂ, കാര്യം പറ. സാറേ, ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. എന്തിനാ മാറി നിൽക്കുന്നത്? അല്ല, അല്ലെങ്കിൽ തന്നെ ആ ASI സാറിന് എന്നെ കാണുമ്പോൾ തന്നെ കലിപ്പ. പോകാൻ പറയൂ, താൻ വാ. ഇന്നത്തെ പേപ്പറൊക്കെ ഞാൻ കൊടുത്തു വിട്ടാരെ. പിന്നെ തനിക്ക് ഈ ആലിക്കുട്ടിയോട് വല്ല കലിപ്പുമല്ലോ? എന്ത് കലിപ്പ് സാർ? ചുമ്മാ ചോദിച്ചാ, ഉണ്ടെങ്കിൽ പറയണം. പുള്ളിക്ക് ഭയങ്കര പ്രശ്നം. ഞാനും ഈ ആലിക്കുട്ടിയും തമ്മിലുള്ള കമ്പനി ASI സാറിന് അങ്ങോട്ട് രസിക്കുന്നില്ലെന്ന്. അയ്യോ, അതിൽ എനിക്കെന്താ പ്രശ്നം സാറേ? അങ്ങനെയൊന്നും ഇല്ല സാറേ. അല്ലെങ്കിൽ തന്നെ ASI സാറും ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസ് അല്ലയോ? ഈച്ച ഉണ്ടാവും. മുനിസിപ്പാലിറ്റിയുടെ ഓടയിൽ ഈച്ച വരും സാറേ. ശരി ശരി. ആലവലാതി മുനിസിപ്പാലിറ്റി പോലും. കാലം മാറാൻ പത്രം വേണം പോലും. താനെന്തുവാടെ ഒരു കോളത്തൊട്ടുണ്ടെന്ന് പറഞ്ഞത്? അല്ല സാറേ, നമ്മുടെ കാർത്തികേയ മുതലാളിയുടെ പയ്യന്റെ ഒരു ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കൊള്ളാം. ഇപ്പൊ പയ്യന്മാരും ക്ലിപ്പിടാൻ തുടങ്ങിയോ? സാറേ, തലയിലിടുന്ന ക്ലിപ്പല്ല, പിന്നെ അവനെ ക്ലിപ്പിടാനുള്ള ഒരു ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ്, അവനും ഒരു പെണ്ണുമായിട്ടുള്ളത്. ഓ, ആ ക്ലിപ്പ്. എന്നിട്ട് ആ പെണ്ണ് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് പർപ്പസ്ലി ചെയ്തതാന്നാ പറയുന്നത്. അതിനിപ്പോ നമുക്ക് എന്നാടോ കോള്? കാർത്തികേയ മുതലാളിക്ക് ഒറ്റ മോനല്ലേ ഉള്ളൂ. ഒറ്റ മോനാ? അതിനിപ്പോ നമുക്ക് എന്നാടോ കാര്യം? ഇതെന്തുവാ സാറേ ഈ പറയുന്നേ? സാറിന്റെ മകൻ ഇതുപോലെ വല്ല കേസിലും പെട്ട സാർ എന്തോ ചെയ്യും? ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ വാട്ടും. അടയ്ക്കായ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായ എന്തോ ചെയ്യും? മടിയിൽ വെക്കാൻ പറ്റൂ? മടക്കി കച്ചത്ത് വെക്കണം. താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യമൊന്നുമില്ല സാറേ, കാർത്തികേയ മുതലാളി അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നടക്കാം. അതെങ്ങനെ സെറ്റിൽ ചെയ്യും? ആ വീഡിയോ ക്ലിപ്പ് ലീക്ക് ആവാതിരിക്കാൻ ആ പെണ്ണിന് എത്ര കാശ് വേണോ കൊടുക്കാനും മുതലാളി റെഡിയാ. സാർ, ന്യൂസ് പേപ്പേഴ്സ്. അല്ല സാറേ, പുതിയ എന്തെങ്കിലും കേസുണ്ടോ? അല്ല, കാർത്തികേയ മുതലാളിയുടെ പേരൊക്കെ പറയുന്നത് കേട്ടെ. കാർത്തികേയ മുതലാളി നമ്മുടെ സുഹൃത്താന്ന് പറയുമായിരുന്നു. അദ്ദേഹം നല്ലൊരു വ്യക്തിയാ അല്ലേടോ? മാത്രമല്ല, കാർത്തികേയ മുതലാളിയുടെ മകനും വളരെ നല്ല വ്യക്തിയാണെന്ന് പറയായിരുന്നു അല്ലേ? സാറേ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. താൻ ആദ്യം ചോദിക്കേ, എന്നിട്ട് ഞാൻ വിചാരിക്കണോ വേണ്ടയോ എന്ന് വിചാരിക്കാം. അപ്പോ സാറ് വിചാരിക്കും. താൻ ആദ്യം ധൈര്യമായിട്ട് ചോദിക്കണോ. സാർ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കാതെ സാറിന്റെ അടുത്ത് പറയണം. അല്ല, ഒരു കാര്യമില്ലാതെ സാറ് രാവിലെ തന്നെ കാർത്തികേയ മുതലാളിയെ കുറിച്ചും മകനെ കുറിച്ചും പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അതെന്താറിയാമോ സാറേ, ഞാൻ ഇന്ന് രാവിലെ വെറുതെ റോഡിൽ നിന്നപ്പോ എന്റെ മുന്നിലോട്ട് ഒരു കാറ് വന്ന് നിൽക്കുന്നു. കാർത്തികേയ മുതലാളിയുടെ LBW കാർ. LBW അല്ലടോ, BMW. അതന്നെ, ആ വില കൂടിയ കാർ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് കാർത്തികേയ മുതലാളി എന്നോട് പറയാ, കാരണം ആലിക്കുട്ടി അകത്തത്. ഞാൻ കയറുകയും ചെയ്ത്. എന്റെ സാറേ, നല്ല സൂപ്പർ വണ്ടിയാ. ഞാൻ വെറുതെ ചോദിച്ചു, മൈലേജ് ഒക്കെ എത്ര ഉണ്ട് സാറേ? ആരടാവൂ ഇതൊക്കെ നോക്കുന്നേന്നാ പുള്ളി എന്നോട് പറഞ്ഞത്. എന്നിട്ട് മുതലാളി ഒരേ ചിരി. ആ കാർത്തിക മുതലാളിയുടെ മോനില്ലേ പയ്യൻ, ഒരു ബാറി വെച്ച് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടു. He is nice fellow. അങ്ങനെ പറഞ്ഞാ പോരാ സാറേ, എ ബ്യൂട്ടിഫുൾ ജെന്റിൽമാൻ എന്ന് പറയണം. എങ്കിൽ ഇതാ പറഞ്ഞിരിക്കുന്നു, He is a beautiful gentleman. ഞാൻ ചുമ്മാ അവിടെ നിൽക്കുമ്പോ എന്താ സംഭവം? എന്ത് സംഭവം? എന്റെ ഫുൾ ബാറിലെ ബില്ലും ഈ ബ്യൂട്ടിഫുൾ ജെന്റിൽമാൻ പേ ചെയ്തു. ഇനി കാർത്തിക മുതലാളിയെ കുറിച്ച് ASIക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒരു സംശയമില്ല സാർ, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങള് വെറുതെ പറഞ്ഞു, വെറുതെ കേട്ടു എന്നുള്ളതേ ഉള്ളൂ. സാറിനൊന്ന് വെറുതെ പൊക്കൂടെ? എനിക്ക് കുറച്ച് ജോലിയുണ്ട് സാർ, ഞാനങ്ങോട്ട്. സാർ, വെറുതെ ഇരുന്ന് പറഞ്ഞാലല്ലേ പൊട്ട കേട്ടതൊക്കെ വിശ്വസിച്ചു. താൻ കാര്യത്തിലേക്ക് വാ. ആ കാർത്തിക മുതലാളിയുടെ മകന്റെ കേസിൽ നമുക്ക് എന്ത് ഗുണമാണ്? സാറേ, കോളെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇത് സെറ്റിൽ ചെയ്യാൻ കാർത്തികേയ മുതലാളി ഒരു 10 ലക്ഷം രൂപ മീഡിയേറ്റർ വഴി സാറിന്റെ കയ്യിലെത്തിക്കും. സാറ് അതങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ആണോ? പക്ഷെ നമ്മളിതങ്ങനെ ഹാൻഡിൽ ചെയ്യും. CI സാറിന്റെ പവർ ഉപയോഗിച്ച് സാറ് ചുമ്മാ ആ പെണ്ണും പിള്ളേനെ ഒന്ന് വരട്ടണം. എന്നിട്ട് അകത്ത് കിടത്തുന്നൊക്കെ പറഞ്ഞ് സാറ് ഡയലോഗൊക്കെ ഒന്ന് പെരുപ്പിച്ചോ. അത് കുഴപ്പമില്ല. എന്താ അവിടെ പേര്? അമ്മിണി. നമ്പർ എന്റെ കയ്യിലുണ്ട് സാറേ, ഞാൻ വിളിച്ച് സാറിന്റെ തരാം. സാറിന്റെ ഫോണിൽ നിന്നാണെന്ന് വിചാരിക്കണ്ടല്ലോ. എന്നാ പിന്നെ പെട്ടെന്ന് ഡയൽ ചെയ്ത് കാണും.
ഈ സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാടൂ? എത്ര കൊടുക്കേണ്ടി വരും? ഒരു 1 or 2 കൊടുക്കാന്ന് പറ സാറേ. 10 ലക്ഷത്തിലെ ബാക്കിയൊക്കെ നമുക്കല്ലേ. ഇത് നമ്മൾ പിടിക്കും. പിടിക്കണം. താൻ ഡയൽ ചെയ്യും. സാറേ പിടിക്കും. റിങ്ങുണ്ട്. ഹലോ, അമ്മിണിയാ? ആരാ സാറേ? അമ്മിണി, ഓർമ്മയുണ്ടോ ഈ ഉള്ളവനെ? ഉണ്ട്. എന്നാ എന്റെ പേരൊന്ന് പറഞ്ഞേ. നമ്മുടെ ഗൾഫില് സണ്ണിച്ചാനല്ലേ? എനിക്ക് മനസ്സിലാവാതിരിക്കോ? നമ്മള് കൊടൈക്കനാലിലൊക്കെ പോയതല്ലേ? അയ്യോ, ആള് മാറി. അമ്മിണി ഒന്നോടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചേട്ടന് ഇത്ര പെട്ടെന്ന് അങ്ങ് മാറുന്നോ? ആ, നമ്മുടെ സന്തോഷേട്ടൻ, TV സീരിയലിലുള്ള സന്തോഷേട്ടൻ. എന്താ ഒച്ച മാറിപ്പോയേ? ജലദോഷം ഉണ്ടോ? വൃത്തികെട്ടവളെ. ഞാനേ CI ഷിജുവാണ്, അല്ലാതെ നിന്റെ സന്തോഷം തണ്ണിച്ചാനൊന്നും അല്ല. അയ്യോ, CSR ആയിരുന്നു. എന്താ സാറേ ഈ പാവപ്പെട്ടവളേക്ക് വിളിച്ചേ? ചുമ്മാ നിന്നോട് ഡയലോഗ് പറയാനല്ല വിളിച്ചത്. കാര്യം വെട്ടി തുറന്നങ്ങ് പറയാം. നീ ആ കാർത്തിക മൂലയുടെ മോനെ കുരിക്കെന്നറിഞ്ഞു? സത്യോ സാറേ, ഞാൻ കുരുക്കിയത് തന്നാ. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പുറകെ നടന്ന പയ്യനാ. ഇന്നലെ ഞാൻ അറിഞ്ഞത് അവന്റെ കല്യാണം തീരുമാനിച്ചു എന്ന്. അതിന് അപ്പൊ എന്റെ വക ഒരു വിവാഹ സമ്മാനം കൊടുക്കണ്ടേ സാറേ? ഞാൻ ആ വീഡിയോ പിടിച്ചു വെച്ചത്. എടി അമ്മിണി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാർത്തിക മോലാലിയുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ നീ എവിടെ കിടക്കുന്നു? ഞാൻ നല്ല വാക്കുകൊണ്ട് പറയുക, നീ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ. അല്ലേ നിന്റെ ജീവന് തന്നെ ഭീഷണിയാവും. സാറേ, ഇങ്ങോട്ട് വല്ലവൻ എന്നെ തല്ലാനോ കൊല്ലാനോ വന്നാ അവൻ പിന്നെ ജീവനോടെ പോവില്ല. അറിയാലോ, ഗുണ്ടകളുടെ ഏരിയയില ഈ അമ്മിണിയുടെ താമസം. പിന്നെ സെറ്റിൽമെന്റ് 25 ലക്ഷവും കൊണ്ടിങ്ങ് വന്നാ വീഡിയോ കൊണ്ടങ്ങ് പോവാം. എടി, ഇത് ആപ്പേ ഉപ്പയൊന്നും അല്ല പറയുന്നത്, CI ഷിജുവാണ് പറയുന്നത്. നീ മുട കാണിക്കാതെ ആ വീഡിയോ ക്ലിപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്യൂ. ഒരു 5 ലക്ഷം രൂപ അങ്ങ് തരും. ഫോണും വെച്ചിട്ടങ്ങ് പോ സാറേ. SP ഇപ്പൊ വിളിച്ച് 10 ലക്ഷം തരാന്ന് പറഞ്ഞതാ. അങ്ങേറെ ആ കാർത്തികേയ മുതലാളിയുടെ മാനത്തിന് വെറും 10 ലക്ഷം രൂപയെ വിലയുള്ളൂന്ന് ഞാൻ ചോദിച്ചപ്പോ SP സാറങ്ങ് ഐസായി. ചുമ്മാ വച്ചിട്ടങ്ങ് പോ സാറേ, മനുഷ്യനെ വെറുതെ മെനക്കെടുത്ത്. ഒക്കെ പോയടൂ. എന്താ പറഞ്ഞു സാറേ? അങ്ങനെ ഈ പ്ലാനും 8 നിലയിൽ പൊട്ടി. എന്നാലും ആ കാർത്തിക മോലാളി ഭയങ്കരനാടോ. SP സാറിനെ കൊണ്ട് 10 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞ അമ്മിണിയെ വിളിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ SP-യോട് പറഞ്ഞു പോയി പണി നോക്കാം. പിന്നെ ഈ ഊച്ചാളി CI. സാറിന് ഭാഗ്യമില്ല സാറേ. ഇതാ പറയുന്നത്, എന്തുണ്ടായിട്ടും കാര്യമില്ല, ഭാഗ്യം വേണോന്ന്. പണ്ടൊരു ശ്ലോകത്തിൽ പറഞ്ഞ സാറ് കേട്ടിട്ടുണ്ടോ? എന്തോന്ന് ശ്ലോകം? പണ്ഡിതനെയോ ശൂരനെയോ അല്ല, പിന്നെ ഭാഗ്യവാനെയാണ് പ്രസവിക്കേണ്ടതെന്ന് പണ്ടൊരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ CI ഷിജു സാർ ആരാ? ഭയങ്കര വീരശൂര പരാക്രമി അല്ലയോ? പക്ഷേ ഭാഗ്യമില്ല. പറട്ടെ, ഇപ്പൊ ഭാഗ്യം വരാതെ ഞാൻ എന്നാ ചെയ്യാൻ? ഓപ്പന്നൂർ പെൺവാണിപ്പം പ്രതികൾ പിടിയിൽ. കോട്ടയം പെൺവാണിപ്പം സാക്ഷികൾ കൂറുമാറി. ഒറ്റവാതിൽ കോട്ട സെക്സിറാക്കൽ. പോലീസ് ദുബായിലേക്ക്. ഇവിടൊക്കെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ സ്റ്റേഷനിൽ മാത്രം ഒന്നും. സാർ, എന്തുവാടും? അല്ല, എന്താ സാർ പത്രത്തില്? എന്തുവാടോ ഇത്? സകല എടുത്തും പെൺവാണിപ്പം. ഇവിടങ്ങും ഒന്നുമില്ലെന്ന് പറയുവായിരുന്നു. സാറിന്റെ സമയം ഒട്ടും ശരിയല്ലാന്ന് തോന്നുന്നു. അതെന്താണ് താൻ അങ്ങനെ പറഞ്ഞു? അല്ല, ഈ പെൺവാണിഭം വന്നാലല്ലേ സാറിന് വല്ലതും കിട്ടൂ. എടോ, ഒന്ന് പതുക്കെ പറയടോ. വല്ലവനും മൊബൈൽ ഓണാക്കി വെച്ചാൽ നമ്മൾ പറയുന്ന ഡയലോഗ് വല്ലതും പിടിച്ചെടുത്താ നമ്മുടെ തൊപ്പി പോകും. തൊപ്പി പോയാലും സാറിന് ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ടല്ലോ. താൻ ചുമ്മാ ഒന്ന് ചൊറിയാതെ താൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ ആശുപത്രിയില്ല സാർ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ആ പോക്കറ്റ് എടുക്കാരൻ പ്രതിയെ കൊണ്ട് നാളെ കോടതി പോകണ്ടേ? അതിന് PC സനൂപിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സനൂപോ? ആ കൊച്ചു പയ്യനോ? എടോ, അവനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ആ പ്രതിയെങ്ങാണം മുങ്ങിപ്പോയാൽ തന്റെ പണി പോകും, അറിയാവോ? ഓടി പോകില്ല സാർ. ശരി ശരി, താങ്ക് യു സാർ. ഹലോ, CI ഷിജു സ്പീക്കിംഗ്. എടോ, ഞാനേ തന്റെ തൊപ്പി തെറിപ്പിക്കുന്ന കാര്യം പറയാനാ വിളിച്ചത്. അയ്യോ, എന്താ ഈ പറയുന്നത്? ആരാ നിങ്ങള്? ഞാൻ ആരോ ആയിക്കോട്ടെ. ഇതിനിടയിൽ ഒരു സ്ത്രീയോട് നിങ്ങൾ മോശമായ വാക്കുപയോഗിച്ച് സംസാരിച്ചില്ലേ? ഏത് സ്ത്രീയോട്? അയൽക്കാരനെ കുറിച്ച് പരാതി തരാൻ വന്ന സ്ത്രീയോട് സാർ ചോദിച്ചില്ലേ നിങ്ങൾക്കെന്താ അയാളെടുത്ത ദേഷ്യമൊന്ന്? അയാളെന്താ നിങ്ങളെ കെട്ടാതെ പോയ പഴയ കാമുകനാണോ എന്ന്? ഓ, അതായിരുന്നോ? അത് ഞാൻ ചുമ്മാ ഒരു കോമഡി പറഞ്ഞല്ലോന്നേ. ആ കേസ് പെൺവാണിഭമായി മാറി സാറേ. അയൽക്കാരൻ പീഡിപ്പിച്ചെന്നും പറഞ്ഞേ
ആ പെണ്ണ് ഇപ്പൊ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്താൻ പോവാ. അയ്യോ അതിന് ഞാൻ എന്നാ വേണം? പീഡിപ്പിച്ചത് അയാളല്ലേ? പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ സാറ് അശ്ലീലമായ കമന്റുകളോടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന് ഇര പറയും പത്രസമ്മേളനത്തില്. ഇരയോ? ഏതിര? മണ്ണിരയാണോ? പരിഹസിക്കണ്ട സാറേ, സ്ത്രീയെ ഇരയെന്നാണ് ഇപ്പൊ പറയുന്നത്. സാറിന്റെ പേര് പറഞ്ഞ അപ്പ സസ്പെൻഷനാ, ചിലപ്പോ ജോലി തന്നെ പോവും. പറയാതിരിക്കണെങ്കിലേ 5 ലക്ഷം രൂപ വേണം. അയ്യോ 5 ലക്ഷം രൂപയോ? എന്തിനാ ഞെട്ടുന്നത്? സാർ ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇനി 2 മണിക്കൂറേ ഉള്ളൂ. അതിനിടയിൽ കാശ് എത്തിച്ചില്ലെങ്കിൽ ഇര സാറിന്റെ പേര് പറയും. അയ്യോ എന്റെ പേരൊന്നും പറയരുതെന്ന് പറയണം. കാശ് ഞാൻ എത്തിച്ചോളാം. മതി, ഉടനെ വേണം. സൈബർ സെല്ലിനെ ഇടപെടിച്ചാലേ ഉറപ്പായും തന്നെ ഞങ്ങൾ കൊടുക്കും. ദൈവമേ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഒരുത്തന് 5 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു. കൊടുത്തില്ലെങ്കിൽ പെൺവാണിഭത്തിൽ ഉൾപ്പെടുത്തുവന്നു. അത് കൊള്ളാലോ. സാധാരണ നമ്മളാണ് ഈ ഡയലോഗ് അങ്ങോട്ട് പറയുന്നത്. ആകെ ടെൻഷനായല്ലോളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറിനാണോ കാശിന് പഞ്ഞം? എവിടെ? ആ കാശൊക്കെ ചേർത്ത് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുകയല്ലേ. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഏത് വഴി? സാറിന്റെ വൈഫൈ. വൈഫൈയോ? എന്നാ ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞാൽ. ഓ, വൈഫൈയും ബ്ലൂടൂത്തും ഒന്നും അല്ല, സാറിന്റെ വൈഫ്, ഭാര്യ. ഓ വൈഫ്. തുപ്പലും. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സാറിന്റെ വൈഫ് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാനാ സാറേ? അത് ശരിയാ. പക്ഷെ ഇതൊക്കെ ഞാൻ എങ്ങനെ അവളോട് പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. സാറ് വാ. വന്നാ ശരിയാവും. ശരിയാക്കാ. സാറ് വാന്നേ. വാ. സാറ് ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇല്ലേ കൂടെ. നമ്മുടെ CI സാറിന് കാര്യമായി എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആളാകെ ടെൻഷനില്ല. ആ വാല് പിറകെ കൂടിയിട്ടുണ്ട്. വാലോ? ഏത് വാല്? നമ്മുടെ ആലിക്കുട്ടിയില്ലേ? ഓ, ആലിക്കുട്ടി. അയാൾ എപ്പോഴും പട്ടിയെ പോലെ വാലായിട്ട് കൂടെ നടക്കുകയല്ലേ. സാർ, എടോ ആലിക്കുട്ടി, എന്റെ പല കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു പത്രസമ്മേളനം കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും. അയ്യോ, അതേത് കൊലപാതകം? ഇങ്ങനെ ഭാര്യ കൊല്ലും. താൻ എന്താണ് ഈ പറയുന്നത്? ഒന്നും പറയണ്ട, മൂപ്പനൊരു പീഡന കേസിൽ കുടുങ്ങിയിരിക്കുക. ആണോ? സത്യം? സോറി സാർ. ഞാനേ നമ്മുടെ CI സാറിനെ നന്നായിട്ടൊന്ന് നോക്കുമായിരുന്നു. മൂപ്പരെ ഒരു പെൺവാണിഭ കേസിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ ആലിക്കുട്ടി പറഞ്ഞു. അതിലൊക്കെ കുടുങ്ങിയാ പിന്നെ ആളെ കാണണമെങ്കിൽ ജയിലിൽ പോയി പാസ് എടുക്കണ്ടേ? അതാ ഞാൻ നല്ലവണ്ണം ഒന്ന് നോക്കിക്കണ്ടേ. ചുമ്മാ പറയല്ലേ. സാറാള് ചെറ്റയാണ്, കഞ്ഞിയാണ്, കൈക്കൂലിയാണ്, അഴിമതി, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്ത്രീ വിഷയം അത് ഞാൻ വിശ്വസിക്കത്തില്ല. ആലിക്കുട്ടി പറഞ്ഞു. പിന്നെ ആലിക്കുട്ടി ഇടോ അവനുള്ളത് വല്ലതും പറയുമോ? സാറേ, ഒരു ഫോൺ വന്ന ശേഷമാ പ്രശ്നമായത്. എന്തോ റോങ് ആ സംഭവം. എനിക്ക് സംഭവം എന്താണെന്ന് സൈബർ സെല്ലിൽ വിളിച്ച് അറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ഒരു പയ്യനുണ്ട് അവിടെ. സാറ് വിളിക്ക്. എടാ JP, ഒരു ഹെൽപ്പ് വേണം. എടാ നമ്മുടെ CIയുടെ നമ്പറിലേക്ക് ഇപ്പൊ വന്ന കോളുകളുടെ ലിസ്റ്റ് ഒന്ന് വേണം. പുള്ളിയുടെ നമ്പരോ 9847283691. ഓക്കെ. ഇപ്പൊ സകല ഡീറ്റെയിൽസ് ഇങ്ങ് വരും. അപ്പൊ സംഗതി അറിയാലോ. എന്നിട്ട് വേണം ഒന്ന് ആഘോഷിക്കാൻ. എന്താ പ്രശ്നം? കാര്യം പറ. നീ എന്നെ ചീത്ത വിളിക്കരുത്, മോശമായിട്ടൊന്നും പറയുകയും ചെയ്യരുത്. ഞാനാകെ തകർന്നു നിൽക്കുക. എന്തുവാണോ തന്റെ സാറ് പറയുന്നേ? ഇത്രയും പാവമായിട്ട് തന്റെ സാറിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചേച്ചി, സാറ് ചേച്ചിയുടെ അടുത്തൊരു സഹായത്തിന് വന്നതാ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് സാറിന് അറിയാലോ. എന്തുവാടോ? ഞാൻ എന്താ കഴുതയാണോ കാല് പിടിക്കാൻ? എന്റെ ആലിക്കുട്ടി, നീ എരുതിയിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. ദേ, എനിക്ക് വേറെ പണിയുണ്ട്. കാര്യം പറ മനുഷ്യ. എന്റെ പൊന്നെ, എനിക്ക് കുറച്ച് കാശ് വേണം. പണയം വെക്കാൻ നിന്റെ ആഭരണങ്ങൾ ഇങ്ങോട്ട് താ. ആഹാ, ആ വെള്ളമേ അങ്ങ് വാങ്ങി വെച്ചേര്. എനിക്കേ എന്റെ വീട്ടുകാർ തന്ന ആഭരണങ്ങളാ. നിങ്ങളുടെ ആരുടെയും കൈക്കൂലി കാശ് കൊണ്ട് വാങ്ങിയതല്ല. ഒരു തരി പൊന്നു പോലും ഞാൻ തരില്ല. അല്ല പിന്നെ. ചേച്ചി അങ്ങനെ പറയല്ലേ. സാർ അഭിമാനക്ഷതം കൊണ്ട് വല്ലതുമൊക്കെ ചെയ്തു കളയും. ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സീരിയസ് സംഭവം. അഭിമാനക്ഷതവോ? അതിന് ഇങ്ങർക്ക് എവിടെയാടോ അഭിമാനം? നീ ആഭരണങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ ഈ ഫാനെ കെട്ടി തൂങ്ങി ചത്തുകളയും. ദേ മനുഷ്യ, വെറുതെ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഉറപ്പില്ലാത്ത ഫാന.
നിങ്ങളുടെ തടി കൊണ്ട് ഫാൻ പൊട്ടി വീഴും. ഫാനിനൊക്കെ വലിയ വിലയാ. എന്റെ ചേച്ചി ഇങ്ങനെ മനുഷ്യൻ പറ്റില്ല സംസാരിക്കല്ലേ. പെൺവാണിപ്പ കേസിൽ പെട്ടാലേ വലിയ കുഴപ്പമാ. പെൺവാണിപ്പ് കേസോ? അയ്യോ അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നിങ്ങൾ നാറിയാണെന്ന് കാശ് പിടുങ്ങുന്നവരാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ തകർന്നതാ ഞാൻ. ഇപ്പൊ പെണ്ണ് കേസമായോ? അയ്യോ ദൈവമേ, ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ ചേച്ചി. അത്ര വലിയ പ്രശ്നമാകുന്നതിന് മുമ്പ് ഒതുക്കി തീർക്കാനാ കാശ് ചോദിച്ചത്. സത്യം പറ മനുഷ്യ, നിങ്ങൾ ഏത് പെണ്ണിനെ പീഡിപ്പിച്ച് ഇപ്പൊ എനിക്ക് അറിയണോ? അയ്യോ ചേച്ചി, എരയുടെ പേര് പറഞ്ഞ കേസാവും. അല്ല എര. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറ് പീഡിപ്പിച്ചു എന്ന് ആ പെണ്ണ് പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് കാശ് കൊടുത്ത് പ്രശ്നം ഒതുക്കി തീർക്കണം. അതിനാ ആവരണം ചോദിച്ചത്. എന്റെ പട്ടി തരും ആഭരണങ്ങൾ. അയ്യോ എനിക്കിനി ജീവിക്കണ്ടേ, എനിക്ക് മരിച്ചാ മതി. എനിക്ക് ആഭരണങ്ങൾ കിട്ടിയാ മതി. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാ. ഞാൻ പോവാ. എനിക്ക് ചാകണം. ചാകും. ഈ നാളെ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. സാറിന്റെ ഭാര്യ ഒരു തോൽവിയല്ലേ? വെറും തോൽവിയല്ല, പ്രപഞ്ച തോൽവി. അയ്യോ കഷ്ടം. കാളിയമ്മ ചേച്ചി, കഥവ് തുറക്കാൻ. ചേച്ചി ഞാനാ വിളിക്കുന്നേ. എടി നീ ഒന്നും ചെയ്യല്ലേ. എടി ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ചേച്ചി ഇതിനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാ. അതെങ്ങനെ? എടാ അവൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആ പെണ്ണിനെ പീഡിപ്പിച്ചതല്ലേ. ഞാൻ ആ പെണ്ണിനോടൊരു വാക്ക് പറഞ്ഞതാണ് ഈ പ്രശ്നമായതെന്ന് നീ അവളോട് പറഞ്ഞു കൊടുത്തോ? ഇല്ലല്ലോ. അയ്യോ അത് ശരിയാണല്ലോ. ഒരു എഫക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാന് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി ഒന്ന് അല്പം കൂട്ടി പറഞ്ഞതാ. ഇതിപ്പോ കുരിശായല്ലോ. ചേച്ചി പ്രശ്നമൊന്നുമില്ല. എടി കാളിയമ്മേ നീ വാതിൽ തുറക്ക്. എടി കാളിയമ്മേ നീ വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാനും ചാവും. അയ്യോ സാറിനാവും. താനൊക്കെ പോയി ചാവണം. തെണ്ടി ഒരു CI ആണത്രേ. CI. ഇതിനേക്കാളും ചേച്ചി ചാവുന്നത് തന്നെയാ നല്ലത്. സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് പ്രകാരം CI സാറിനെ ഭീഷണിപ്പെടുത്തിയതിന്റെ ടവർ ലൊക്കേഷൻ ഇവിടെയാ. സാറേ നമുക്കിത് CI സാറിനെ ഒന്ന് അറിയിച്ചാലോ? വേണ്ട, നമ്മളിതിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാൽ സാറിന് അത് ഇഷ്ടപ്പെടത്തില്ല. ഓ, സാറിനെ അവർ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഇനിയും ഫോൺ വിളിക്കും. ആ സന്ദേശം നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് അവരുടെ കറക്റ്റ് ലൊക്കേഷനിൽ ചെല്ലാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാർ, അവർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ. ഇനി ആകെ അരമണിക്കൂറേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ പ്രസ് ക്ലബ്ബിലേക്കുള്ള ഈ റോഡിന്റെ പരിധിയിൽ തന്നെ അവരെവിടെയെങ്കിലും ഉണ്ടാവും. വണ്ടി ഒന്ന് സൈഡാക്ക്. ആ സാർ. തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. സാർ അയാൾ CI വിളിക്കുന്നതിന്റെ കോളാണ്. സൈബർ സെൽ ഫോർവേഡ് ചെയ്തതാ. അവന്മാരെ വീണ്ടും വിളിക്കുന്നു. എന്ത് ചെയ്യാനാണോ? കാശില്ലാതെ എന്തോ ചെയ്യും. സാറേ തൽക്കാലം കാശ് ശരിയായിട്ടില്ല, ചെക്ക് തരാന്ന് പറ. നാളെ കാശ് അക്കൗണ്ടിൽ നിന്ന് എടുത്തോളാൻ പറ സാറേ. ഫോൺ എടുക്ക് സാറേ അങ്ങോട്ട്. സാറേ സ്പീക്കറിൽ. ഹലോ, CI ഷിജു ആണ്. കാശുമായി താൻ വരേണ്ടത് പ്രസ് ക്ലബിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള ഒരു പെട്രോൾ പമ്പിന്റെ അവിടെയാണ്. അവിടെ ഒരു വണ്ടി KL 16H9378 നമ്പർ കാർ പെട്രോൾ അടിക്കാനായി കാത്തു നിൽക്കും. താൻ കാശുമായി വന്ന് കാർ ഡ്രൈവറെ ഏൽപ്പിച്ചാൽ മതി. ചോദിക്കാനോ പറയാനോ ഒന്നും നിൽക്കണ്ട. പീഡന കേസിലെ ഇര ആ വണ്ടിയിൽ മുഖം മറച്ച നിലയിലുണ്ടാവും. കൃത്യം 20 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ തന്നെ കുറിച്ച് ഇര പത്രസമ്മേളനത്തിൽ പറയും. അറിയാലോ, അതോടെ തന്റെ കുടുംബവും ജോലി എല്ലാം പോവും. 20 മിനിറ്റുള്ളിൽ ഞാൻ തകരുപെടും. ആ ഭദ്രകാളിയാണ് സ്വർണം തരികയല്ല, ചെക്കൊന്നും അവന്മാർ എടുക്കുകയല്ല. എനിക്ക് ശവപ്പെട്ടിക്ക് ഓർഡർ ചെയ്യേണ്ട സമയമായി. എന്റെ സാറേ, സാർ ഇങ്ങനെ പെണ്ണുങ്ങൾ മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങല്ലേ. ഒന്നുമില്ലെങ്കിൽ സാറേ അല്ലേടാ ഒരു CI. അവന്മാരുടെ വണ്ടിയുടെ നമ്പർ അടക്കം കിട്ടിയില്ലേ? ബ്ലാക്ക് മെയിലിംഗ് എന്ന കേസ് ചാർജ് ചെയ്ത് അവന്മാരെ പൊക്കെ അകത്തിടണം സാറേ. ചുമ്മാ മണ്ടത്തരം പറയാം. എടോ, വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഉടൻ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തുമെന്നും പറഞ്ഞ് സകല ചാനലിലും സ്ക്രോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പോലീസ് കയറി ഇടപെട്ടാൽ പണി പോകാൻ അത് മതി. സാറേ പോലീസ് ഇടപെട്ടാലല്ലേ കുഴപ്പമുള്ളൂ. പിന്നെ നമ്മുടെ പിള്ളേരെ കൊണ്ട് ഇടപെടിച്ചാ കുഴപ്പമില്ലല്ലോ.
സ്വന്തമായി തിരക്കഥയുണ്ടാക്കി പ്രതികളെ ഉണ്ടാക്കുന്ന ആളല്ലേ സാറ്? സ്വന്തം കേസിൽ പ്രവർത്തിപ്പിക്കും സാറേ ആ ബുദ്ധി. എങ്കിൽ നമുക്ക് പിള്ളേരെ ഇറക്കണം. എടോ, ആ പ്രസ് ക്ലബിനടുത്തുള്ള പെട്രോൾ പമ്പിൽ ഒരു പെൺകുട്ടിയെ സംഘടിപ്പിച്ചോണ്ട് ഉടനെ എത്തണം. മുഖത്തിടാൻ ഒരു തുണിയും. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് ചെയ്താ മതി. കറക്റ്റ്, അത് മതി. സാർ തന്നോട്ടെ കാശ. കൊല്ലും ഞാൻ. കീരൻ ഷാജിയുടെ ആൾക്കാരാ. ഇറങ്ങ, വണ്ടി ഞാൻ എടുത്തോളാം. സ്റ്റേഷനിലേക്ക് കൊക്കനാശ്ശേരി സ്ത്രീപീഡന കേസിലെ ഇരയായ പെൺകുട്ടി സംസാരിക്കുന്നു. എന്നെ പീഡിപ്പിച്ചത് MLA മുനിസിപ്പൽ ചെയർമാനും ചേർന്നാണ്. ഈ കാര്യത്തിൽ CIയുടെ നിലപാടെന്തായിരുന്നു? CA ഷിജു സാർ വളരെ നല്ല ഒരാളാണ്. അദ്ദേഹം ഒരു സഹോദരിയെ പോലെ എന്നോട് പെരുമാറി. സത്യം പറഞ്ഞാൽ ആ ധൈര്യത്തിലാണ് ഞാനിവിടെ എല്ലാം തുറന്നു പറയുന്നത്. തെങ്ങുമരം CI ഷിജു നൽകിയ പിന്തുണയിലാണ് താൻ പത്രസമ്മേളനത്തിന് വന്നതെന്ന് അവർ പറയുന്നു. നമ്മുടെ പോലീസ് സംവിധാനം വളരെയേറെ മെച്ചപ്പെട്ടുവെന്നും സ്ത്രീകളോട് നന്നായി പെരുമാറുന്ന CI ഷിജുവിനെ പോലുള്ളവരെ മാതൃകയാക്കണമെന്നും ഇരയായ പെൺകുട്ടി പറഞ്ഞു. സാർ അടിപൊളിയാ. സ്വീകരണമോ? എനിക്കോ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്താ സാറേ? ഈ TV-ക്കാരെ കൊണ്ട് തോറ്റടോ.